Hello everyone, welcome to Commerce Classroom. കേരള പി എസ് സിയുടെ ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം ഈ മാസം 29 നടക്കുകയാണ്. അതിലെ സിലബസിലെ നാലാമത്തെ മൊഡ്യൂളായ മാനേജ്മെന്റ് എന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിലബസിലെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സസും സ്റ്റഡി മെറ്റീരിയൽസും അതേപോലെ MCQ ടെസ്റ്റ് സീരീസ് ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും MCQ ടെസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. MCQ ടെസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ്. വളരെ കുറഞ്ഞ പേയ്മെന്റ് മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട MCQ ടെസ്റ്റ് സീരീസും സ്റ്റഡി മെറ്റീരിയൽസും ആപ്പിലൂടെ അവൈലബിൾ ആണ്. സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുക്കാവുന്നതാണ്. അതിന് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലൂടെ ഈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവും. ഒരുപാട് ആളുകൾ അത് പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല കമന്റുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബിസിനസ് മാനേജ്മെന്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. First one, who defined management as the art of getting things done through people? ആരുടേതാണ് ഈ ഡെഫിനിഷൻ? എ FW ടൈലർ, ബി ഹെൻറി ഫയോൾ, സി ഹെർബർട്ട് സൈമൺ, ഡി മേരി പാർക്കർ ഫോലറ്റ്. ഡി ആണ് കറക്റ്റ് ആൻസർ, മേരി പാർക്കർ ഫോലറ്റ്. സെക്കൻഡ് വൺ, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ MBO അല്ലെ, കേട്ടിട്ടുണ്ടാവും. MBO ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? എല്ലാവർക്കും അറിയാം, പീറ്റർ ഡ്രക്കർ, പീറ്റർ F ഡ്രക്കർ എന്ന് പറയാറുണ്ട്. തേർഡ് വൺ, the very specific and a detailed guide to action is called A rule, B procedure, C policy, D strategy. Procedure ആണ് correct answer. Then next one, Delphi technique is associated with. Delphi technique ഏതുമായി ബന്ധപ്പെട്ടതാണ്? Decision making-മായി ബന്ധപ്പെട്ടതാണ് Delphi technique. Okay. Next one, a company has the following managers. Manager, production manager, then marketing manager, finance manager. This is an example for departmentation by A functions, B products, C territory, D none of the above. Functions ആണ്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് ഓരോ ഫംഗ്ഷൻ ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, മാർക്കറ്റിംഗ് ഫംഗ്ഷൻ, ഫിനാൻസ് ഫംഗ്ഷൻ അല്ലേ. The next, this is the oldest form of organization. ഇതൊരു പ്രാവശ്യം PSC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ? എ ലൈൻ ഓർഗനൈസേഷൻ, ബി ഫങ്ഷണൽ ഓർഗനൈസേഷൻ, സി ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഡി നൺ ഓഫ് ദി അബോവ്. എ ആണ് കറക്റ്റ് ആൻസർ, ലൈൻ ഓർഗനൈസേഷൻ. ദ നെക്സ്റ്റ്, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ഈസ് ഓൾസോ നോൺ ആസ്. ടൈപ്സ് ഓഫ് ലീഡർഷിപ്പിന്റെ ഭാഗത്ത് നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്, ബി ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, സി അതോറിറ്റേറ്റീവ് ലീഡർഷിപ്പ്, ഡി നൺ ഓഫ് ദി അബോവ്. എ ആണ് കറക്റ്റ് ആൻസർ, പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്. The next one, promotion involves A financial incentives, B non-financial incentives, C both financial and non-financial incentives, D none of the above. C ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ബോത്ത് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സും നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, critical path method is a technique adopted in A motivation, B control, C decision making, D none of the above. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ടെക്നിക്ക് ഏത് ഫംഗ്ഷനിലാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? ബി ആണ്, കൺട്രോൾ ആണ് കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ്, ദ ഡോക്യുമെന്റ് വിച്ച് ഡെപിക്ട്സ് an organization structure and authority level is known as. ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതോറിറ്റി ലെവലും വിവരിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഏതാണ്? ഒരു ചിത്രീകരിച്ചിട്ടുള്ള ഡോക്യുമെന്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ ഓർഗനൈസേഷൻ ചാർട്ട്, ബി ഓർഗനൈസേഷൻ മാനുവൽ, C organization system, D none of the above. A ആണ് correct answer, organization chart. The next, the first man who advocated the view that the management should and can be taught is. ഈ ഒരു വ്യൂ പോയിന്റ് ആരുടേതാണ്? ഫസ്റ്റ് മാൻ who advocated the view that the management should and can be taught is
ഹെൻറി ഫയോൾ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ ഫസ്റ്റ് വുമൺ അതോറിറ്റി ഇൻ മാനേജ്മെന്റ് ഈസ് ബി ആണ് കറക്റ്റ് ആൻസർ, ലില്യൻ ഗിൽബർട്ട്. ദെൻ ദ ഇറ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഈസ്, സയന്റിഫിക് മാനേജ്മെന്റ് കാലഘട്ടം എന്ന് പറയുന്നത് 1880 to 1930 വരെയാണ്. Then the most popular management thinker of modern times is Peter F. Drucker ആണ്. Then the study of experiences of manager is A system approach, B empirical approach, C contingency approach. Empirical approach ആണ് the study of experience of manager. ടൈലേഴ്സ് 2 books are, ടൈലറുടെ 2 പ്രധാനപ്പെട്ട ബുക്കുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ആൻസർ, ഷോപ്പ് മാനേജ്മെന്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ദെൻ MBO ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് കോൺട്രിബ്യൂട്ട് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടായിരുന്നു. ബി ആണ് പീറ്റർ എഫ് ഡ്രക്കർ. ദെൻ നെക്സ്റ്റ്, ലീഡർഷിപ്പ് ഈസ് സംതിങ് എ പേഴ്സൺ ഡസ്, നോട്ട് സംതിങ് ഹി ഹാസ്. ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞത് ആരാണ്? സി ആണ് കറക്റ്റ് ആൻസർ, സെറ്റ് ബൈ ലോറൻസ് എ ആപ്ലി. നെക്സ്റ്റ്, ഫാദർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, എ ഒലിവർ ഷെൽഡൻ, ബി എൽട്ടൺ മായോ, സി ഹെൻറി ഫയോൾ. സി ആണ് കറക്റ്റ് ആൻസർ, ഹെൻറി ഫയോൾ. ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദെൻ ഇറ ഓഫ് ഹ്യൂമൻ റിലേഷൻ, എ 1930 to 1940, ബി 1930 to 1980, സി 1930 to 1950. സി ആണ് കറക്റ്റ് ആൻസർ, 1930 to 1950. Then management and administration are A same, B different, C partly same and partly different. C ആണ് partly same and partly different. Then pioneer of human relation is A Mary Parker Folich, B Elton Mayo, C Lillian Gilbert. Elton Mayo ആണ് correct answer. Next, first line supervisors are known as A top level managers, B middle level managers, C low level managers. C ആണ് correct answer, low level managers. Then selecting one from several alternative is called, എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, B ആണ് decision making. Then Henry Fayol laid down A 10 principles, B 12 principles, C 14 principles. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ്. 14 പ്രിൻസിപ്പിൾസ് ആണ് ഫയോള് കൊണ്ടുവന്നിട്ടുള്ളത്. ബിസിനസ് മാനേജ്മെന്റിൽ നിന്നുള്ള കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഓൾ.